CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇന്നത്തെ ഈ ഒരു ISL മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC മോഹൻ ബഗാനോട് 3-നെതിരെ 4 ഗോളുകൾക്കാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇന്ത്യൻ എൽ ക്ലാസിക് എന്നറിയപ്പെടുന്ന ഈ ഒരു മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ വിജയം തന്നെയാണ് ഇന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് തോൽവിയെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആശാന്റെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും മത്സരത്തിന് ശേഷം ആശാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഞങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിഗത തെറ്റുകൾ എല്ലാവരും ഒഴിവാക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്ക്വാഡിലെ ഫുൾ അംഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ക്വാഡിനെ വെച്ച് ഇത്രയധികം പോരാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടീം വളരെ മികച്ചത് തന്നെയാണെന്നും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഇവാൻ ആശാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഈ ഒരു ഇന്നത്തെ മത്സരത്തെ തോൽവിയെ കുറിച്ചൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട 2 വ്യക്തികളുണ്ട്, 2 അല്ല 3 വ്യക്തികളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്രതിരോധ നിരയിലെ വൻമതിലായ മാർക്കോ ലെസ്കോവിച്ചും, കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗോൾ കീപ്പറായ കരൺജിത് സിംഗും, കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസുമാണ്. ഇവർ 3 പേരും ഇന്നത്തെ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതായാലും ഇവരുടെ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ഏതായാലും നമുക്ക് ഇന്നത്തെ മാച്ചിന്റെ സ്റ്റാറ്റസിലേക്ക് നോക്കാം. ഷോട്ട്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാഗത്ത് നിന്നും 9 ഷോട്ടുകളാണ് ഉതിർന്നിട്ടുള്ളത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്ത് നിന്നും 16 ഷോട്ടുകൾ ഉതിർന്നിട്ടുണ്ട്. ഇനി ഓൺ ടാർഗറ്റ് ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാഗത്ത് നിന്നും 5 ഷോട്ടുകളും മുഹമ്മദ് ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്ത് നിന്നും 9 ഷോട്ടുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പാസസിന്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്ന് 411ഓളം പാസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 442ഓളം പാസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 75% മോഹൻ ബഗാന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്താണെങ്കിൽ 79% കാണാൻ സാധിക്കും. ഇനി ഓവറോൾ പൊസിഷന്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാന്റെ ഭാഗത്ത് 47%, ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് 53% നമുക്ക് കാണാൻ സാധിക്കും. ഇനി യെല്ലോ കാർഡുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ന് ഒരു യെല്ലോ കാർഡ് പോലും വാങ്ങിക്കൂട്ടിയിട്ടില്ല. മോഹൻ ബഗാൻ ആണെങ്കിൽ ഒരു യെല്ലോ കാർഡ് ഇന്ന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി കോർണറിന്റെ കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ന് 2 കോർണറുകൾ മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് 3 കോർണറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരം ജംഷഡ്പൂർ FCക്ക് എതിരായിട്ടാണ്. ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് മാർച്ച് 30-നാണ്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.